Hi friends, welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് ആണ്. അപ്പോൾ ഈ കൂന്തൽ നന്നാക്കണേന്റെയൊക്കെ വീഡിയോ ഇതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ ട്ടോ. അതായത് കൂന്തൽ നന്നാക്കാൻ അറിയില്ലാത്തവർ. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ കൂന്തലുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇതുപോലെ റൗണ്ടിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കൂന്തലിന്റെ വേവ് ശരിയല്ലെങ്കിൽ ഇത് റബ്ബർ പോലെ ഇരിക്കും ട്ടോ. അതായത് അപ്പോൾ അത് കഴിക്കാനൊന്നും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇത് കറക്റ്റായിട്ട് വെന്താലാണ് ആ ഒരു ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ കൂന്തൽ ഒരു കുക്കറിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നന്നാക്കണതിന് മുമ്പ് 1/2 കിലോ ഒക്കെ ഉണ്ടെങ്കിൽ നന്നാക്കി വരുമ്പോൾ ഒരു 10-300 ഗ്രാമൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ. കാരണം അതിൻ്റെ വേസ്റ്റൊക്കെ പോയി കഴിയുമ്പോൾ. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി. ഈ കൂന്തലിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും, എന്നാലും ഇതിന് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 5 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവോള ചേർക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. മുളക് നമ്മൾ കൂന്തലിൽ ചേർത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ കൂന്തലൊക്കെ ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് എരിവൊക്കെ കുറവാണെങ്കിൽ പിന്നീട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടിയുടെയൊക്കെ ആ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മളാദ്യം വേവിച്ച് വെച്ച കൂന്തലിൽ നിന്ന് കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് ആദ്യം ചേർത്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ ആയിട്ട് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അത് ആദ്യം ചേർക്കുന്നത്. ഇപ്പോൾ ഇതിനകത്തുനിന്ന് ആ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടല്ലോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാം. കൂന്തൽ വേവിച്ച വെള്ളം ആ കുക്കറിലില്ലെങ്കിൽ നമ്മുടെ സാധാ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇച്ചിരി ചൂടായിട്ടുള്ള വെള്ളം ചേർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ കുരുമുളക് പൊടി എന്താണെങ്കിലും ചേർക്കണം കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഉപ്പും മുളകൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ സാധാരണ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു കളറൊക്കെ കിട്ടും. നല്ല രസമുള്ള മണം കേട്ടോ. കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിയുമ്പോഴാണ് ആ ഒരു നല്ല രസമായിട്ടുള്ള ഒരു മണമൊക്കെ വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കൂന്തൽ നന്നാക്കണതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.